കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത്: നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ സഭയോട് പറയാ, നമ്മുടെ ജീവനായ ക്രിസ്തു. ഇന്ന് രാവിലെ നമ്മുടെ ജീവനാണോ യേശു? കൊലോസ്യ സഭയിൽ വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസിന് ഉറപ്പാ, അവരുടെ ജീവൻ്റെ ജീവനായ യേശു. പൗലോസിനും യേശു തൻ്റെ ജീവൻ്റെ ജീവനാ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് നമ്മുടെ ജീവനായ ക്രിസ്തു. നിങ്ങളുടെ എന്നല്ല, എൻ്റെ എന്നല്ല, നമ്മുടെ ജീവനായ ക്രിസ്തു. ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന നിങ്ങളോട് കർത്താവിന് ചോദിക്കാനുണ്ട്: നിങ്ങളുടെ ജീവനാണോ ക്രിസ്തു? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജീവനെ പോലെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? യേശു നിങ്ങളെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ജീവനേക്കാൾ അധികം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ കാൽവരി കുരിശിൽ നമുക്ക് പകരമായി വെച്ചു കൊടുക്കാനിടയായിത്തീർന്നത്. അങ്ങനെ തൻ്റെ ജീവനേക്കാൾ അധികമായി നമ്മളെ സ്നേഹിച്ച ആ യേശുവിനെ നമ്മുടെ ജീവനായി നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ വായിക്കുക, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവൻ്റെ ജീവനായ യേശു, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന യേശു, നമ്മളെ അധികം സ്നേഹിക്കുന്ന യേശു ഏറ്റവും പെട്ടെന്ന് വരാൻ പോവുക. ആ കർത്താവിൻ്റെ വരവിന് സമയമായി. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാനിടയായിത്തീരട്ടെ. ഇന്ന് പകല് നമുക്ക് കർത്താവിനെ കൊണ്ട് നമുക്കെന്തോ നേട്ടമുണ്ടാക്കുന്നവരായി തീരാതെ നമുക്ക് കർത്താവിനെ നമ്മുടേതാക്കി മാറ്റാം. കർത്താവിന് വേണ്ടി ഒരു പകൽ ജീവിക്കാൻ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ജീവിതം യേശുവിന് കൊള്ളാവുന്നതായി തീരട്ടെ, യേശുവിന് പ്രയോജനമുള്ളതായി തീരട്ടെ, യേശുവിന് പകരക്കാരായി തീരട്ടെ. അതിനായി കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ ജീവനായകൻ യേശു കർത്താവായി തീരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ യേശു കർത്താവ് വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ രൂപം മാറും, നമ്മുടെ ഭാവം മാറും. യേശു കർത്താവ് വരുമ്പോൾ നമ്മൾ തേജസ്സുള്ളവരായി തീരും, നമ്മൾ തേജസ്സിൻ്റെ മക്കളായി മാറും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു നല്ല സുദിനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ സമയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ ജീവൻ്റെ ജീവനായി സ്നേഹിക്കാം. കർത്താവിനെ സ്നേഹിക്കാൻ ചിലപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമുക്ക് തുടങ്ങാം. ആ യേശുവിനെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ജീവനേക്കാൾ സ്നേഹിക്കുന്നവരെ കൊണ്ടുപോകാൻ യേശു കർത്താവ് വരാറായി. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ജീവൻ്റെ ജീവനാണ്. അങ്ങേക്ക് ഞങ്ങൾ ജീവനേക്കാൾ വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞങ്ങളും അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ആ കർത്താവിൻ്റെ വരവെങ്കിൽ ഞങ്ങളും തേജസ്സിൽ കർത്താവിനെ എതിരേൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം. ഞങ്ങൾ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നവരല്ലല്ലോ. കർത്താവ് അതിനെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.